ഗൗതം, ഈ പാകിസ്ഥാനിൽ നിന്നും ഒട്ടനവധി വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ സമയത്ത് ഇമ്രാൻഖാന്റെ പാർട്ടി അവിടെ പ്രതിഷേധവുമായി രംഗത്ത് വന്നു എന്നുള്ളതും ഇമ്രാൻഖാനെ ജയിലിൽ വെച്ച് വധിക്കാൻ ഒരു ശ്രമം നടന്നു എന്നുള്ളതുമാണ്. അത് സംബന്ധിച്ച് ഈ പാക് മാധ്യമങ്ങൾ സാധാരണ ഇന്നലെ മുതൽ തന്നെ പാക് മാധ്യമങ്ങൾ കുറേ വ്യാജ വാർത്തകളും ചിത്രങ്ങളും ഒക്കെ പുറത്തുവിടുന്നുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സ്ഥിരീകരണങ്ങളോ വാർത്തകളോ പാക് മാധ്യമങ്ങൾ നൽകുന്നുണ്ടോ? അതായത് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിൻ്റെ വിശ്വസനീയതയാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. ഇമ്രാൻഖാനെതിരെ വധശ്രമം ഉണ്ടായിട്ടുള്ളതായും ജയിലിൽ അത്തരത്തിലുള്ള നീക്കം നടന്നതായിട്ടുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പരക്കുന്നുണ്ട്. അത് ട്വിറ്റർ ഉൾപ്പെടെയുള്ള ഹാൻഡിലുകളിലാണ് അത്തരം വാർത്തകൾ പുറത്തു വരുന്നത്. പക്ഷേ അതിൻ്റെ ആധികാരികത സംബന്ധിച്ച് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താനാകില്ല. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, നേരത്തെ സനോജ് ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചതുപോലെ പാകിസ്ഥാനിലെ ആഭ്യന്തര സാഹചര്യം അത് അത്ര സുഖകരമായ അവസ്ഥയിലല്ല ഉള്ളത് എന്നതിൽ യാതൊരു തർക്കവുമില്ല. രണ്ട് തരം പ്രശ്നങ്ങൾ അവിടെ പാകിസ്ഥാൻ നേരിടുന്നുണ്ട്. ഒന്ന്, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കരസേനാ മേധാവി അസീം മുനീറുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളിൽ അതിൻ്റെ സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ നമുക്ക് വിലയിരുത്താനാകുന്ന ചില കാര്യങ്ങളാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അസീം മുനീറിനെതിരെയുള്ള നടപടി ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അത് പട്ടാള വിചാരണയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നതിൽ യാതൊരു തർക്കവുമില്ലാത്ത സാഹചര്യത്തിലേക്കാണ് നിലവിൽ പാക് മാധ്യമ റിപ്പോർട്ടുകളും അന്താരാഷ്ട്ര മാധ്യമ റിപ്പോർട്ടുകളും ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പട്ടാള അട്ടിമറിയുടെ സാധ്യത സംബന്ധിച്ചുള്ള വാർത്തകളും സൂചനകളും ഇതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനിൽ പ്രചരിക്കുന്നുണ്ട്. അത് എത്രത്തോളം ആധികാരികമാണെന്നത് സംബന്ധിച്ച് ഇനിയും റിപ്പോർട്ടുകൾ പുറത്തു വരണം. പക്ഷേ അസീം മുനീറിനെതിരെയുള്ള നടപടിയിൽ ഏതാണ്ട് ധാരണയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായും ഉന്നയിക്കുന്ന കാര്യം, ഇന്ത്യ നൽകിയ തിരിച്ചടി, ആ തിരിച്ചടിക്ക് ശേഷം പാക് സൈന്യം നേരിട്ട് ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇന്ത്യക്ക് ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി നൽകിയ ഒരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ പാകിസ്ഥാൻ കണ്ടത് പാക് സൈനികരെ ആക്രമിക്കുന്നതിന് അല്ലെങ്കിൽ പാകിസ്ഥാൻ ആക്രമിക്കുന്നതിന് വേണ്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകി എന്ന നിലയിലാണ്. പക്ഷേ അത്തരത്തിലത് വളച്ചൊടിക്കുകയും അതിനെ പാക് സൈനിക കേന്ദ്രങ്ങളിലേക്ക് അക്രമം നടക്കുമെന്നുള്ള ഭീതി ഉണ്ടാക്കുകയും പാകിസ്ഥാൻ ആക്രമിക്കപ്പെടുവാൻ പോവുകയാണ് എന്ന തരത്തിൽ വാർത്തകൾ പുറത്തുവിടുകയും ഒക്കെ ചെയ്തത് ഈ പാക് കരസേനാ മേധാവിയായിട്ടുള്ള അസീം മുനീറിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഒരു ഇടപെടലാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. നേരത്തെ ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് സംശയത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരാൾ കൂടിയാണ് അസീം മുനീർ. അസീം മുനീറിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിന് വേണ്ടിയിട്ടുള്ള നടപടികൾ അല്ലെങ്കിൽ ഗൂഢാലോചനകൾ നടന്നത് എന്ന സ്ഥിരീകരിക്കാത്ത സംശയകരമായ റിപ്പോർട്ടുകൾ, ചോദ്യമുനയിൽ നിൽക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ഘട്ടത്തിൽ അസീം മുനീറിനെതിരെ കൂടുതൽ നടപടിയിലേക്ക് രാജ്യം കടന്നു എന്നതാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം. അതായത് ഒരു രാജ്യം ആ രാജ്യത്തിൻ്റെ കരസേനാ മേധാവിക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്നു, അയാളെ വിചാരണയ്ക്ക് വിധേയമാക്കുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇയാളുടെ ഇടപെടലാണ് രാജ്യത്തിൻ്റെ നിലവിലെ സ്ഥിതിക്ക് കാരണമെന്ന തരത്തിലേക്ക് ഏറ്റവും വലിയൊരു ഉദാഹരണം ഈ പെഹൽഗാം ഭീകരാക്രമണം നടന്നത് തന്നെ എങ്ങനെയാണ്? ഈ അസീം മുനീർ നടത്തിയ വിദ്വേഷപരമായ പരാമർശം അല്ലെങ്കിൽ വിദ്വേഷജനകമായ അയാളുടെ പ്രസംഗം കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിലല്ലേ പെഹൽഗാമിൽ 26 നിരപരാധികളുടെ ജീവൻ പൊലിഞ്ഞത്? തീർച്ചയായിട്ടും സേതു, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അതായത് ഈ ആക്രമണത്തിന് ശേഷം, പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും നടത്തിയിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട പ്രസ്താവനകളുണ്ട്. ഒപ്പം വിദേശകാര്യ മന്ത്രിയും അക്കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. ആ സൂചനയിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ കടന്നാക്രമിക്കുക, ഈ തിരിച്ചടി നൽകുമ്പോൾ അത് കൃത്യമായ ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചായിരിക്കണമെന്നും അത് നിരവധി സ്ഥലങ്ങളിൽ ഒരേ സമയം ആക്രമണം നടത്തണമെന്നും സംബന്ധിച്ച് ഇന്ത്യൻ സൈന്യം തീരുമാനമെടുക്കുന്നത് തന്നെ ഈ കരസേനാ മേധാവിക്ക് ഇതിൽ പങ്കുണ്ട് എന്നുള്ള സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ ആക്രമണമാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറായി കാണുകയും ആ തിരിച്ചടിയാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറായി കാണുകയും ഒരേ സമയം 9 കേന്ദ്രങ്ങളിൽ, അതും ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തൊയ്ബയും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഭീകരവാദ സംഘടനകളുടെ പ്രധാന കേന്ദ്രങ്ങൾ, ബേസ് ക്യാമ്പുകൾ, പരിശീലന കേന്ദ്രങ്ങൾ, അവരുടെ ഏറ്റവും ഉയർന്ന കമാൻഡർമാർ ഇരിക്കുന്ന കേന്ദ്രങ്ങളിൽ കടന്നു കയറി പ്രിസിഷൻ സ്ട്രൈക്ക് ചെയ്ത് ആരെയാണോ നമ്മൾ ലക്ഷ്യമിട്ടത് അവരെ മാത്രം ആക്രമിക്കുക എന്ന നടപടിയിലേക്ക് രാജ്യം കടന്നത്. അതിന് പിന്നാലെ ഉണ്ടായ പ്രതികരണവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അൽ-ഖ്വയ്ദ ഇന്ത്യക്കെതിരെ ജിഹാദ് പ്രഖ്യാപിക്കുന്ന തരത്തിലേക്കാണ് ആ തിരിച്ചടി ഭീകരവാദ സംഘടനകൾക്കിടയിൽ നൽകിയ പ്രഹരം. അതോടൊപ്പം തന്നെ മസൂദ് അസർ എന്ന് പറയുന്ന രാജ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഭീകരവാദികളിൽ 5 പേരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളായി കണ്ടിരുന്ന മസൂദ് അസറിൻ്റെ സഹോദരൻ 2007 മുതൽ ജെയ്ഷെ മുഹമ്മദിൻ്റെ സുപ്രീം കമാൻഡറുമായിരുന്ന റൌഫ് അസർ വരെ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത സ്ഥിരീകരിക്കപ്പെട്ടു. തൻ്റെ കുടുംബത്തിലെ 10ഓളം പേർ, തൻ്റെ വഴികാട്ടികളായ ആളുകൾ, തൻ്റെ സഹോദരന്മാർ, കൂട്ടാളികൾ കൊല്ലപ്പെട്ടുവെന്ന് മസൂദ് അസർ തന്നെ ഒരു പ്രസ്താവനയിലൂടെ സ്ഥിരീകരിക്കുന്ന തരത്തിലേക്ക് ആക്രമണം മാറി. അപ്പോൾ
ലഭിച്ച തിരിച്ചടി ഒരിക്കലും പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരുന്നതല്ല എന്നതാണ് ഒരു വശത്തുള്ള സൈനിക നീക്കത്തെ നമുക്ക് വിലയിരുത്താനാകുക. മറുവശം പരിശോധിച്ചു കഴിഞ്ഞാൽ നയപരമായി ഇന്ത്യ നൽകിയ തിരിച്ചടി അത് പാകിസ്ഥാൻ ജനതയെ സംബന്ധിച്ചിടത്തോളം കനത്ത പ്രഹരമാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ്. അതിലേറ്റവും നിർണായകമായത് സിന്ധു നദീജല കരാറിൽ നിന്നും ഇന്ത്യ പിന്മാറിയ തീരുമാനമാണ്. ആ തീരുമാനത്തിന് ശേഷമാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയും പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ വിദേശകാര്യമന്ത്രിയും വിവര വിനിമയ മന്ത്രിയും ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയ പ്രതികരണങ്ങൾ.